നമസ്കാരം. പഞ്ചസാര അഥവാ നമ്മുടെ ഷുഗർ, ഇത് കുറച്ച് ദിവസം നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കും? ഇത് ഇപ്പം പല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കാണുമെന്നും എനിക്കറിയാം. അപ്പോൾ അതിൽ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുക ഈ പഞ്ചസാര മാറ്റിയാൽ? നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര മാറ്റുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? പഞ്ചസാര എന്ന് പറയുന്ന ഈ വൈറ്റ് ഷുഗറിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? വൈറ്റ് ഷുഗർ എന്ന് പറയുന്ന ഒരു റിഫൈൻ ഷുഗറാണ്, സംസ്കരിച്ചതാണ്. അത് നമ്മുടെ കരിമ്പിൽ നിന്നും ശർക്കര എടുത്ത് ശർക്കര സംസ്കരിച്ചാണ് പഞ്ചസാര എടുക്കുന്നത്. അപ്പം അതിനകത്തുള്ള എല്ലാ പോഷകങ്ങളും മാറ്റി അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് വെറും ഗ്ലൂക്കോസ് മോളിക്യൂള് അത് മാത്രമാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് ഒരു 14 ദിവസം നമുക്ക് ശരീരത്തിൽ ഇതില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പഞ്ചസാര കൊണ്ടുണ്ടാവുന്ന കുഴപ്പങ്ങൾ. പഞ്ചസാര ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക? ആദ്യം ഇൻസുലിൻ, നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് പഞ്ചസാരയെ കാണുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇൻസുലിൻ ഓടി ഇങ്ങോട്ട് വരും. ഓടി വരുമ്പോൾ അത് രക്തത്തിൽ ഇങ്ങനെ ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ പഞ്ചസാര. ഇങ്ങനെ ഒരു ദിവസം എത്രയോ, ചില ആൾക്കാർ ഒരു 5 or 6 ചായ ഒക്കെ കുടിക്കുന്നവരുണ്ട്, കോഫി കുടിക്കുന്നവരുണ്ട്, ഡ്രിങ്ക്സ് കുടിക്കുന്നവരുണ്ട്. അതും നല്ല ഫ്ലേവേർഡ് ഡ്രിങ്ക്സ് മാത്രമല്ല, കുറേ എന്താ പറയുക, ഷുഗർ കൂടുതലിട്ടിട്ട് നല്ല ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാണ് കുടിക്കാൻ, പക്ഷേ ആരോഗ്യമാണ്. അത് കഴിക്കുന്നതുകൊണ്ട് ആരോഗ്യം കൂടുതൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അത് വെറുതെയാണ്. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അത് മധുരം കൂടുതലിടുമ്പോൾ. അല്ലാതെയുള്ള ജ്യൂസുകൾ അടിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് അരിക്കാതെ കുടിക്കണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ ഗ്ലൈസമിക് ലോഡ് കൂടുതൽ വരില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുകയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ തന്നെയും നേരെ കൊഴുപ്പായിട്ട് മാറുകയാണ്. നമുക്ക് വേറെ ഇപ്പോൾ നമ്മൾ പണിയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഇത്രയും നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് പറമ്പിലിറങ്ങി പണിയുന്നവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഉടനെ തന്നെ അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്, യൂട്ടിലൈസ് ചെയ്യുകയാണ്. മസിലിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യുക. അതേസമയം നമ്മൾ കഴിച്ചിട്ട് ചുമ്മാതെ ഒരു ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലോ ഒരു പണിയില്ല. എനർജി ഇങ്ങനെ വരുന്നത് നമുക്ക് നേരെ ഈ ഗ്ലൂക്കോസ് നേരെ ഫാറ്റ് പ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത്, കൊഴുപ്പായി മാറുക. അപ്പോൾ ഈ കൊഴുപ്പായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എല്ലാ കോശങ്ങളിലും ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ്, കൊഴുപ്പുകൊണ്ട് അടഞ്ഞു പോകും. അപ്പം അതിന് നേരെ ഒരു പ്രവർത്തന ശേഷി കുറയുകയാണ്. എല്ലാ അവയവങ്ങളിലും, രക്തക്കുഴലാവട്ടെ ഞരമ്പാവട്ടെ എല്ലായിടത്തും ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് അങ്ങ് മന്ദഗതിയിലാവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാത്ത ഭക്ഷണങ്ങൾ നോക്കി കഴിക്കുക എന്നുള്ള. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഗ്ലൂക്കോസ്, പഞ്ചസാര. അപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കുക. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ ആ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ചുകൊണ്ട്, അപ്പോൾ അത് പഞ്ചസാരയേക്കാൾ മുകളിലുള്ള 2 സംഭവമുണ്ട്, മാൾട്ട് ഡെക്സ്ട്രിനും അതുപോലെ ഫ്രക്ടോസ് കോൺ സിറപ്പും. അതിനൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് 100ന് മുകളിലാണ്. 100, 110, 120, 130 കിടക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും തകരാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹിഡൻ ഷുഗേഴ്സ് ഇരിക്കുന്ന കുറേ വിഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഞ്ചസാരയുടെ കുഴപ്പം മനസ്സിലായല്ലോ. അത് കൂടുതലായിട്ട് വന്നാൽ കൊഴുപ്പ് കയറുകയും അത് ഫാറ്റി ലിവർ ആവുക, അല്ലെങ്കിൽ പ്രമേഹമാവുക, അമിതവണ്ണമാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, ഇങ്ങനെ പെട്ടെന്ന് പഞ്ചസാര കൊടുക്കുമ്പം അത് ഉടനെ നമ്മുടെ ഈ വയറിന് ചുറ്റുമാണ് കൊഴുപ്പായി മാറുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് എത്ര കുറയ്ക്കുന്ന അതനുസരിച്ച് കുറേ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഏറ്റവും 2 ആഴ്ച നമുക്ക് പഞ്ചസാര ഇല്ലാതിരിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് നോക്കണമല്ലോ. നമ്പർ 1 ആയിട്ട് വരുന്നത്, ആദ്യത്തെ കാര്യം, നമ്മുടെ മുഖത്തിൻ്റെ അപ്പിയറൻസ്. മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത് അങ്ങ് കുറയും, കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും മുഖത്തിൻ്റെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയും.
അപ്പോഴത്തേക്ക് മുഖത്തിനൊരു വേറെ ഒരു കുറച്ചൊരു, അത് പറഞ്ഞാൽ കുഴപ്പമുള്ള ഷേപ്പൊന്നുമല്ല, കാണാൻ നല്ല വൃത്തിയുള്ളൊരു ഷേപ്പാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ ഒരു പിത്തക്കാടി പോലെ ഒരു വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, അത് കുറയും. കൂടാതെ വയറിന് ചുറ്റുമുള്ള വണ്ണത്തിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. പെട്ടെന്ന് ഇതിന് മാറുമെന്നല്ല, ഒരു ചെറിയ മാറ്റം, നമ്മളുടെ ഒരു ഷേപ്പിനൊരു മാറ്റം ഉണ്ടാവും ടോട്ടലായിട്ട് ഒരു 2 ആഴ്ചക്കകത്ത്. പിന്നെ പ്രധാനമായിട്ട് ഈ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുന്നവരാണെങ്കിൽ കൂടിയും മൂത്രം, അല്ലാതെ ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ കൂടിയും മൂത്രത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയും. മൂത്രം എപ്പോഴും ഒഴിക്കാനായിട്ട് പോകുന്ന ശീലം കുറയും. രാത്രിയത്തെ യൂറിനേഷൻ നന്നായിട്ട് കുറയും. പിന്നെ പ്രധാനമായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കണ്ണിന് ചിലർക്ക് കാഴ്ച കൂടുതൽ പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മന്ദമാണ്, അവർക്ക് ഒരു എനർജി ലെവൽ കാണത്തില്ല. എനർജി തിരിച്ചു കിട്ടും, നല്ലൊരു എനർജറ്റിക് ആവും, ആക്റ്റീവ് ആവും, അലേർട്ടാവും. പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരു പ്രത്യേക വ്യത്യാസം ഉണ്ടാവും. ബ്രെയിൻ ആക്റ്റീവ് ആവും, ബ്രെയിനും അതുപോലെ മെമ്മറി പവർ കുറച്ചുകൂടെ കൂടും. ഇതെല്ലാം തന്നെയും ഓൾ ഓൺ എ സഡൻ വരികയല്ല, ഗ്രാജുവലി ആയിരിക്കും വരുന്നത്. നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു തെളിച്ചമെന്ന് പറയുമല്ലോ, ആ ഒരു, അതായത് എല്ലാത്തിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ നമ്മൾ പഞ്ചസാരയുടെ മറ്റുള്ള കുഴപ്പങ്ങളെന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെതല്ല മാത്രമല്ല, കണ്ണിൻ്റെ മാത്രമല്ല, ഹാർട്ടിന് തന്നെ ഏറ്റവും നല്ലതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലനാണ് ഈ പഞ്ചസാര, അത് നിങ്ങൾ ഓർക്കണം. പണ്ട് കൊഴുപ്പിനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്, കൊഴുപ്പ് പാവം, അതിനെ വെറുതെ വിടുന്നതാണ് നല്ലത്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ഏറെ നല്ലതാണ്, പഞ്ചസാരയാണ് വില്ലൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. വീട്ടിൽ പഞ്ചസാര അടുക്കളയിൽ നിന്നെടുത്ത് മാറ്റിയാൽ തന്നെ വളരെയധികം അസുഖങ്ങൾ കുറയും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ആണെങ്കിൽ കാലിലൊരു ഈ ഡയബറ്റിക് പേഷ്യൻസ് ആണ് ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, കാലിൽ പെരുപ്പ് തരിപ്പ് മരവിപ്പ്, അതൊക്കെ നല്ല ഒരു പരിധി വരെ നന്നായിട്ട് കുറയും. കിഡ്നിയുടെ പ്രശ്നം, കിഡ്നിക്കുള്ള ഓവർലോഡ് നന്നായിട്ട് കുറയും. ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയും. അപ്പോൾ ഇതെല്ലാം തന്നെയും ഒരു 2 ആഴ്ച നമ്മൾ പഞ്ചസാര മാറ്റി നിർത്തുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്, ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം, ഒരു ക്രേവിങ് ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഈ 2 ആഴ്ച കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് ക്രേവിങ് തന്നെ നന്നായിട്ട് കുറയും. ഈ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ള ഈ ചെറുതായിട്ട് സ്നാക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു ചിന്താഗതി ഇവിടെ നന്നായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ ഈ പഞ്ചസാര നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ആവുകയാണ്. ഡോപ്പമിൻ പെട്ടെന്ന് നമുക്കൊരു ക്രേവിങ് വന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സന്തോഷം വരുന്നത് ഡോപ്പമിൻ വരുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ റിസപ്റ്റേഴ്സ് എല്ലാം അങ്ങ് ബ്ലോക്ക് ആവും. പിന്നെ തീർച്ചയായിട്ടും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെ ഉള്ള കുറേ കുഴപ്പങ്ങളുള്ള ഈ പഞ്ചസാരയെ നമുക്ക് ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണോ? നിങ്ങൾ അതിന് പകരം നിങ്ങൾക്ക് ഫ്രക്ടോസ് കണ്ടൻറ്റുള്ള തേനോ, അതല്ല എങ്കിൽ കുറച്ച് ഇപ്പം മധുരം വേണമെന്ന് അത്യാവശ്യമുള്ളവർ ഡയബറ്റിക് പേഷ്യൻസ് സ്റ്റീവിയ പൗഡർ ഉപയോഗിക്കാം. കോക്കനട്ട് ഷുഗർ ഒരു പരിധി വരെ ഉപയോഗിക്കാവുന്നതാണ്. കോക്കനട്ട് ഷുഗറിൽ കാലറി ഇല്ലെന്നില്ല, ഉണ്ട്, എങ്കിലും ഒരു പരിധി വരെ കോക്കനട്ട് ഷുഗർ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഇതിന് പകരം വളരെ എഫക്റ്റീവാണ്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ തകരാറുകളൊന്നുമില്ലാത്ത ഒരു നല്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കോക്കനട്ട് ഷുഗറും. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാ അവയവങ്ങളിലും ക്രമേണ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ, അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷ്യവസ്തുവിനെ നമ്മൾ നമ്മുടെ എന്താ പറയുക അടുക്കളയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഹിഡൻ ഷുഗേഴ്സ് ഉണ്ട്, നമ്മൾ അറിയാതെ. നമ്മളിപ്പം പഞ്ചസാര കഴിക്കുന്നേ ഇല്ലെന്നായിരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ ചിലതൊക്കെ മേടിക്കുമല്ലോ, അത് മേടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഷുഗർ ഹിഡനായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങൾ, ഗ്രൂപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഞാൻ ഇനി പറയുന്നുണ്ട്. നമ്പർ 1, സാലഡ് ഡ്രസ്സിങ്സ്. നമ്മൾ സാലഡിന് വേണ്ടിയിട്ട് പല ഡ്രസ്സിങ് കിട്ടത്തില്ലേ, മയനൈസ് ഡ്രസ്സിങ് ഒക്കെ കിട്ടത്തില്ലേ, അതിനകത്ത് സോസുകൾ ചെയ്യും, അതിനകത്ത് മധുരം വരും, അത് പഞ്ചസാരയാണ്. അതുപോലെ തന്നെയാണ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഡ്രൈഡ് ഫ്രൂട്ട്സിൽ എപ്പോഴായാലും മധുരം ഉണ്ടാകും, അത് ഷുഗറാണ്. ഷുഗർ വെച്ചിട്ടാണ് അത് അവർ കോട്ടിങ് കൊടുക്കും. അങ്ങനെ ഡ്രൈഡ് ഫ്രൂട്ട്സ് അത് ഒരിക്കലും ശരിയാവത്തില്ല. നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചാൽ പഞ്ചസാര ഡെഫിനറ്റായിട്ട് ഉള്ളിൽ പോകും. അതുപോലെ തന്നെ പോപ്കോൺ, ഇപ്പം സ്വീറ്റ് ആൻഡ് പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. പണ്ട് പോപ്കോൺ അങ്ങനെയല്ലായിരുന്നു. ഇപ്പം ഈ തിയേറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം ഫ്ലേവേർഡ് പോപ്കോൺസാണ്, അതിനകത്ത് നന്നായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ റിഫൈൻഡ് ഓട്സിൽ
അതുപോലെ തന്നെ ഈ കുറേ കോൺസൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻസ് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാറുണ്ട്. അത് പ്രത്യേകിച്ചും റിഫൈൻ ഫുഡ് ഐറ്റംസ്, ടിൻ ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും അതിനകത്ത് പ്രിസർവേഷൻ വരും. അതോടൊപ്പം തന്നെ റിഫൈനിങ് സബ്സ്റ്റൻസ് അതിനകത്ത് വളരെ കൂടുതലുണ്ട്. അതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആണ്, ശരീരത്തിന് ഒത്തിരി കേടുപാടുകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടുമല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന മാൾട്ട് ഡെക്സ്ട്രിനും അതുപോലെ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇത് രണ്ടും പഞ്ചസാരയേക്കാൾ ഏറ്റവും വിഷമയമായതാണ്. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ടിൻ ഫുഡ്സും അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സും ഇപ്പോൾ ബിസ്ക്കറ്റ്സ്, അതിനകത്തൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് പ്രിസർവേറ്റീവ്സ് ആണ്. പ്രിസർവേഷൻ അത് പിന്നെ ഫ്ലേവർ ഉണ്ടാക്കാൻ ഇത് വളരെ സഹായിക്കും. ഒന്ന് ബാർലിയിൽ നിന്നും ഒന്ന് ചോളത്തിൽ നിന്നുമാണ് എടുക്കുന്നതെങ്കിലും ഇത് ഹൈ പ്രിസർവേഷനിലേക്ക് പോയിട്ട് ഇതിൻ്റെ കാലോറിഫിക് വാല്യൂ കൂടുകയും അതോടൊപ്പം അതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ഈ രണ്ട് സംഭവങ്ങളും പലപ്പോഴും പാക്കറ്റ് ഫുഡ്സിൽ കാണാറുണ്ട്. അപ്പോൾ പാക്കറ്റ് ഫുഡ്സ് എടുത്തിട്ട് ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും, പല ഇൻഗ്രീഡിയൻസും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും, നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ടിൻ ഫുഡ്സ് അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ്സ് ഒക്കെ തന്നെയും ഈ ഒരു കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നിർത്തുന്നത് ഏറെ നന്നായിരിക്കും. ഇങ്ങനെയുള്ള പല ഭക്ഷണ സാധനങ്ങളും നമ്മൾ എല്ലാ ദിവസവും അറിയാതെ കഴിക്കുന്നുണ്ടാവും. പിന്നെ മയനൈസ് സോസ് ഇല്ലേ, അങ്ങനെയുള്ളതിനകത്തും മധുരമൊക്കെ ചേർക്കാറുണ്ട് പലപ്പോഴും. മയനൈസ് സോസ് സ്വീറ്റൻഡ് ആയിട്ട് വരുന്നത്, പിന്നെ ചിലത് മറ്റേത് മയനൈസ് സോസ് കുഴപ്പമില്ലാത്തതുമുണ്ട്. അപ്പോൾ അതുപോലെ ഈ സോസുകളില്ലേ, നമ്മൾ ടൊമാറ്റോ സോസ് വാങ്ങിക്കും, കെച്ചപ്പ് വാങ്ങിക്കും, അതെല്ലാം തന്നെയും അതിനകത്ത് കുറേ മധുരം വരുന്നുണ്ട്. ഷുഗർ ചേർക്കാതെ അവർ ഇറക്കത്തില്ല, അതിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഹിഡൻ ഷുഗേഴ്സ് എന്ന് പറയാം ഇൻ അവർ ഡെയിലി ഫുഡ്സ്, ഇവയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.